ഹായ് ഹലോ മിസ്സസ് മല്ലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാനഡയിലെ ഒരു ബിഗ്ഗസ്റ്റ് സൗത്ത് ഏഷ്യൻ മാളിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. മെയിനായിട്ട് ഞങ്ങൾ ഈ മാളിൽ പോയത് കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാനായിരുന്നു. പിന്നെ അമ്മ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കും ഈ മാള് കാണാലോ, അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ മാളിനകത്തുള്ള കൂടുതൽ കച്ചവടക്കാരും ശ്രീലങ്കൻ തമിഴരാണ്. അപ്പോൾ ഞങ്ങൾ പോയ ഗ്രോസറി ഷോപ്പിലും കൂടുതലും ശ്രീലങ്കൻ പ്രോഡക്റ്റ്സ് ആണ്. പക്ഷേ നമ്മുടെ കേരള പ്രോഡക്ട്സും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും ഈ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങാം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് അകലെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വല്ലപ്പോഴും മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഞാൻ ഇവിടുത്തെ ഗ്രോസറി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പച്ചക്കറികൾ കാണിച്ചു തരാം. കൂടെ തന്നെ ഇതിൻ്റെയൊക്കെ വില ഞാൻ ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്ത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. കാനഡയിൽ ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഫ്രഷ് ശീമച്ചക്ക കാണുന്നത്. ഫ്രോസൺ ശീമച്ചക്ക ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രോസറി ഷോപ്പിനോട് ചേർന്ന് തന്നെ ഫിഷ് മാർക്കറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഫിഷൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. അയലയും മത്തിമീനൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ മീനൊന്നും ഇല്ലായിരുന്നു. നവരമീൻ കിട്ടി, പിന്നെ നെയ്മീൻ കിട്ടി, പിന്നെ ഹസ്ബൻഡിന് ഞണ്ട് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞണ്ട് വാങ്ങിച്ചു. പിന്നെ കൊഞ്ചുണ്ടായിരുന്നു, പിന്നെ നെത്തോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറിയ സൈസ് നെത്തോലി കിട്ടിയിട്ടില്ല. എപ്പോഴും വലിയ സൈസിലുള്ള നെത്തോലി ഉണ്ടല്ലോ, അതാണ് ഇവിടെ സാധാരണയായിട്ട് കിട്ടാറുള്ളത്. ഈ ഒരു മാളിൽ പോകുമ്പോൾ നമ്മൾ നാട്ടിൽ പോയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ടെക്സ്റ്റൈൽസും ഒരുപാട് സ്റ്റിച്ചിങ് സെൻറ്ററൊക്കെ ഉള്ള ഒരു മാളാണ്. ഈ മാളിൽ വന്നിട്ട് സ്റ്റിച്ചിങ് സെൻറ്ററൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റിച്ചിങ് സെൻറ്റേഴ്സൊക്കെ കാണാമല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ അല്ലല്ലോ, അങ്ങനെ കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ മാളിൽ വന്ന് സ്റ്റിച്ചിങ് സെൻറ്ററൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാളിൽ ശ്രീലങ്കൻ കച്ചവടക്കാരാണ് കൂടുതലെങ്കിലും ഇവർ വിൽക്കുന്ന മിക്ക പ്രോഡക്റ്റുകളും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സാധനങ്ങളാണ്. ജ്വല്ലറിയൊക്കെ ഇവർ ബോംബെയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു കുഞ്ഞമ്പലമാണ്. അതെ, മാളിനകത്ത് ഒരു അമ്പലം. അതെന്നെ അതിശയിപ്പിക്കാതിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും മാളിനകത്തൊക്കെ വായി നോക്കി നടന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഈ മാളിൽ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ അവിടെ നമ്മുടെ സ്വന്തം ഉഴുന്നുവടയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ കേരള സ്റ്റൈൽ അപ്പം ഉണ്ടായിരുന്നു. പാലപ്പമൊക്കെ ഉണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ ഒരു മലയാളി കുട്ടിയായിരുന്നു നിന്നിരുന്നത്. വയനാടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ കണ്ടപ്പോഴും സന്തോഷമായി. അപ്പോൾ ഈ ശ്രീലങ്കൻ തമിഴരുടെ ഇടയിൽ നമ്മളൊരു മലയാളി കുട്ടിയെ കണ്ടു. പിന്നെ നമ്മുടെ സ്വന്തം ദേശീയ ആഹാരം പെറോട്ടയെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. കുറേ നാളായി പെറോട്ട കഴിച്ചിട്ട്. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയാണ് മാളിലെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.